إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس أوصيكم بالتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ല ഭക്തരായിക്കൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മളൊക്കെ തൗഹീദിൻ്റെ വക്താക്കളാണ്, ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ്. ചെറുപ്പം മുതലേ മദ്രസകളിലൊക്കെ പഠിച്ച് ദീൻ എന്താണെന്ന് വളരെ കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. യഥാർത്ഥത്തിൽ എന്താണ് തൗഹീദ്, എന്തിനാണ് തൗഹീദ് നമ്മൾ പഠിക്കുന്നത്? നമ്മളൊക്കെ വിശ്വാസികളാണെന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിശ്വാസികൾക്ക് സ്വർഗവും നരകവും വളരെ കൃത്യമായിട്ട് അറിയാം. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടും ദീനിൻ്റെ വക്താക്കളായിട്ടും 3 വിഭാഗം ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് എന്നത് വളരെ കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് നമ്മൾ വിശ്വാസികൾ. ഒന്നാമതായിട്ട് ദീനുണ്ടായിട്ടും ദീനിൽ നിന്നും അകലുന്ന ആളുകൾ. നമ്മളൊക്കെ ആ വിഭാഗത്തിലായി പോകുന്നുണ്ടോ എന്ന് വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ആളുകളാണ് നാം ഓരോരുത്തരും. അവർ നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പ് നോൽക്കുന്നുണ്ടാവും, പക്ഷേ അവർക്ക് തൗഹീദിൻ്റെ വചനങ്ങളും തൗഹീദിൻ്റെ ആപ്തവാക്യങ്ങളുമൊന്നും അവരുടെ ഹൃദയങ്ങളിലേക്ക് എത്തുന്നില്ല. തൗഹീദ് എന്താണെന്ന് അറിഞ്ഞിട്ടും പലയിടത്തുനിന്ന് കേട്ടിട്ടും പല ആളുകളുടെ സംസാരങ്ങളിൽ നിന്ന് അറിഞ്ഞിട്ടുമൊന്നും അവർ വിശ്വാസികളാവുന്നില്ല. എവിടെയാണ് അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത്? അവർക്ക് എല്ലാം വേണം, ഇഹവും വേണം, പരവും വേണം. എന്നാൽ അവർ കൂടുതൽ അതിന് ഇഹത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇഹലോകത്ത് വെച്ചുള്ള എല്ലാവിധ സൗകര്യങ്ങൾക്കും എല്ലാവിധ സമാധാനങ്ങൾക്കും എല്ലാവിധ യാത്രകൾക്കും സന്തോഷങ്ങൾക്കും പിറകെ മാത്രം അവർ ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ വീടകങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ മാത്രം ഒന്ന് ചികഞ്ഞന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കൂടെ ഇരുന്ന് ആ മക്കളെ കൂടെ ഇരുത്തി ഓരോ ദിനരാത്രങ്ങളും അവരോടൊപ്പം സംസാരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മോനെ, പ്രിയപ്പെട്ട മോളെ, നീ ഇന്ന് നമസ്കരിച്ചിട്ടുണ്ടോ? സുബൈ നിനക്ക് നഷ്ടമായി പോയിട്ടുണ്ടോ? ളുഹറിന് നീ സ്കൂളിലായിരുന്നല്ലോ, അസറിന് നീ സ്കൂളിലായിരുന്നല്ലോ, നീ വീട്ടിലെത്തിയിട്ട് നിനക്ക് നമസ്കാരം എങ്ങാനും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് വളരെ ആഴത്തിൽ നാം നമ്മുടെ മക്കളോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. മഗ്‌രിബ് നമസ്കാരവും ഇശാ നമസ്കാരവും എല്ലാ നമസ്കാരങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ടെന്ന് വളരെ ആഴത്തിനും വളരെ ഗഹനമായിട്ടും മനസ്സിലാക്കുന്ന ആളുകളാണ് നാം മുസ്ലിങ്ങൾ, നാം മുത്തക്കീങ്ങൾ. എന്നിട്ടും നമ്മുടെ മക്കൾ, നമ്മുടെ വീടകങ്ങളിലുള്ള നമ്മുടെ മക്കൾ ഈ ദീന് മനസ്സിലാക്കുന്നുണ്ടോ? ഈ തൗഹീദിൻ്റെ വക്താക്കളാകുന്നുണ്ടോ എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ മക്കളെ കലാലയങ്ങളിലേക്കും സ്കൂളുകളിലേക്കും പറഞ്ഞേക്കുമ്പോൾ അവർ കൃത്യമായി പഠിക്കുകയാണോ അതോ മറ്റു കാര്യങ്ങളിലേക്ക്, ലഹരിയും ജനറൽ ന്യൂട്രൽ വിഷയങ്ങളിലേക്കും മാത്രമായി അവർ ചായ്ഞ്ഞു പോകുന്നുണ്ടോ എന്ന് എപ്പോഴെങ്കിലും നാം പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ആഴത്തിൽ നാം ഓരോരുത്തരും പഠിക്കേണ്ടതും കുട്ടികളുടെ മനസ്സറിയേണ്ടതുമാണ്. നമ്മുടെ മക്കൾ വീട്ടിൽ നിന്നും പോയി ഏറ്റവും കൂടുതൽ അവർ ചെലവഴിക്കുന്ന അവരുടെ കലാലയ മുറ്റങ്ങളിൽ അവരാരോടൊക്കെയാണ് സംസാരിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ അവരാർക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതാണ്. ഒരു സുഹൃത്ത് പങ്കുവെച്ച ഒരു അനുഭവം പറയുകയാണ്. ആ സുഹൃത്ത് കേരളത്തിന് പുറത്ത് പഠിക്കുന്ന ഒരു സുഹൃത്താണ്. അവൻ നാട്ടിൽ വന്നപ്പം ആദ്യമായിട്ട് ചോദിച്ചത്,
എടാ എനിക്ക് ഇന്ന് പള്ളിയിൽ പോകണം, കാരണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ കേരളം വിട്ടിട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ആത്മാർത്ഥമായി നമസ്കരിക്കുന്നത്. എൻ്റെ നമസ്കാരമൊക്കെ എവിടേക്കോ ചോർന്നു പോയിട്ടുണ്ടെന്ന് അവൻ്റെ ആത്മാർത്ഥതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എവിടെയാണ് നമ്മുടെ കലാലയങ്ങളും നമ്മുടെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൗഹീദ് എങ്ങനെയാണ് നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. ജാഹിലിയ്യ കാലഘട്ടം ഒരുപാട് ചരിത്രങ്ങളിലൂടെ നമ്മൾ കടന്നുപോയതാണ്. ഖുർആൻ കൊണ്ട് മാറിയ ഒരു സമുദായം വിശുദ്ധ ഖുർആനെ വിമർശിക്കാൻ വേണ്ടി, വിശുദ്ധ ഖുർആനെ അങ്ങേയറ്റം വിമർശിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി ലബീദ് ഇബ്നു റബിയ, അക്കാലത്തെ വളരെയേറെ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി നടക്കുന്ന ലബീദ് ഇബ്നു റബിയ, ആ ലബീദ് ഇബ്നു റബിയ മാറുന്നത് വിശുദ്ധ ഖുർആന്റെ വചനങ്ങളിലൂടെയാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ ആയത്ത് ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന് തുടങ്ങുന്ന ചെറിയ 3 ആയത്തുകളിലാണ് അദ്ദേഹത്തിന് മനസ്സുടക്കുന്നത്. അക്കാലം അത്രയും ഇസ്ലാമിനെ വിമർശിക്കാനും ഇസ്ലാമിനെ ഇല്ലാതാക്കാനും വേണ്ടി ഒരു സമുദായം മൊത്തം ഇറങ്ങി തിരിച്ചിട്ട് അവർ പഠിച്ച പാഠം, ഇസ്ലാം എന്ന് പറയുന്നത് കേവലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒന്നല്ല. എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദിനെ എവിടുന്ന് കിട്ടി ഇത്രമാത്രം, അവൻ ജാലവിദ്യക്കാരനാണ് എന്ന് കുറ്റപ്പെടുത്തിയ പല ആളുകളും അക്കാലത്ത് ജാഹിലുകൾക്കിടയിലുണ്ടായിരുന്നു. ആ ജാഹിലുകൾക്കിടയിൽ അവർ സ്വയം പരിവർത്തിക്കപ്പെടുന്നത് വിശുദ്ധ ഖുർആന്റെ വാക്കുകളിലൂടെയാണ്. നാം ഒന്ന് ചകഞ്ഞന്വേഷിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഷെൽഫുകളിൽ, നമ്മുടെ പള്ളിയുടെ അലമാരകളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന കേവലം ഒരു ഗ്രന്ഥമായി മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ്. വിശുദ്ധ ഖുർആന്റെ താളുകളിലൂടെ നാം ഓരോരുത്തരും സഞ്ചരിക്കുമ്പോൾ എന്താണ് തൗഹീദെന്നും ആരാണ് നമ്മെ പടച്ച തമ്പുരാൻ സുബ്ഹാനഹു വ തആല അള്ളാഹു ആരാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ചെറിയ അധ്യായങ്ങളിലൂടെ, ദിനേന നാം ഓതുന്ന അധ്യായങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നിട്ടും അതിൻ്റെ അർത്ഥമറിഞ്ഞ് വിശുദ്ധ ഖുർആനെ നെഞ്ചോടടുപ്പിക്കുന്ന ആളുകളാവാറുണ്ടോ നാം എന്ന് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഒരു ദിവസത്തിൽ പലതവണ 17 തവണ നാം ആവർത്തിക്കുന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അടിയുറച്ച് വിശ്വസിക്കേണ്ട ആയത്താണ്. അള്ളാഹു അല്ലാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കില്ല. അല്ല മതി, എനിക്കെൻ്റെ റബ്ബ് മതി. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ, എന്തൊക്കെ സങ്കടങ്ങളുണ്ടോ, ജീവിതത്തിലുടനീളം പ്രയാസപ്പെട്ട അങ്ങേ തലക്കൽ ജീവിക്കുകയാണെങ്കിൽ പോലും എനിക്കെൻ്റെ റബ്ബ് മതി. എൻ്റെ റബ്ബ് കഴിഞ്ഞിട്ടേ എനിക്കെല്ലാം ഉള്ളൂ. നമ്മളൊരു തെറ്റിലേക്ക് കടന്നു പോകുമ്പോൾ ഈ തെറ്റുകൊണ്ട് എനിക്കെന്ത് നേടാനാവും? നേരെ മറിച്ച് ഞാനൊരു നന്മയുടെ വഴിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് നന്മകളിലൂടെ എൻ്റെ സ്വർഗം പരിഭാവനമാക്കാൻ എനിക്ക് കഴിയും എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മുടെ വഴികളിലൂടെ, നമ്മുടെ റോഡുകളിലൂടെ, നമ്മുടെ തെരുവീതികളിലൂടെ നടന്നു പോകുമ്പോൾ ഏറ്റവും നിസ്സാരമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരായത്തുണ്ട്. ഏറ്റവും നിസ്സാരമായിക്കൊണ്ട് വഴിയിൽ കാണുന്ന ഉപദ്രവം, ഒരു കല്ലാവട്ടെ, ആ കല്ല് വഴിയിൽ നിന്ന് മാറ്റുന്നത് പോലും നന്മയാണ് എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിനെ മാറ്റിത്തിരുത്താൻ, ആ ഇസ്ലാമിനെ നമ്മുടെ ഇടയിൽ നിന്നും പറിച്ചു നടാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും തുടങ്ങിയ ഒരുപാട് സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴൊക്കെ നമ്മുടെ കൺമുന്നിൽ വരുന്നത് ഇത്തരം വാചകങ്ങളാണ്. ഇസ്ലാമിൽ എവിടെയാണ് സമാധാനം? പലരും ചോദിക്കുന്ന ചോദ്യം. ഇസ്ലാം നിങ്ങൾ പറയുന്നുണ്ടല്ലോ തൗഹീദാണ്, സമാധാനമാണ് എന്നല്ല. പക്ഷേ ഇസ്ലാമിൽ ഒരു നന്മയെങ്കിലും നിങ്ങൾ കാണിച്ചു തരൂ എന്ന് പറയുന്നത് നമ്മുടെ ഇടയിലുള്ള ഒരു സാധാരണ വർത്തമാനമായി തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ കലാലയങ്ങളിലൊക്കെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ അവരുടെ സംസാരങ്ങളിലൊക്കെ വരുന്നത് മൈ ബോഡി ഈസ് മൈ ചോയ്സ്, എൻ്റെ ശരീരം എൻ്റെ ഫ്രീഡമാണ്, എൻ്റെ ശരീരം എൻ്റെ സമാധാനമാണ്, അല്ലെങ്കിൽ എൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമാണ്. നമ്മളൊന്ന് ചിന്തിക്കുക. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ, ഞാൻ ഇന്നോളം പഠിച്ചു തീർത്ത, ഞാൻ ഇന്നോളം അന്വേഷിക്കുന്ന എൻ്റെ ഇസ്ലാമിനെ കുറിച്ച് അവൻ ആയത്തിൽ പഠിക്കുന്നുണ്ടോ? അവൻ മദ്രസ പ്രായം കഴിഞ്ഞിട്ട് അവനവൻ്റെ ദീന് വിട്ടുപോവുകയാണോ എന്ന് വീടകങ്ങളിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ, നമ്മുടെ വീടകങ്ങളിൽ നല്ല വസ്ത്രധാരണയുമായി നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ, മുസ്ലിം ധാർമ്മികളായ നമ്മുടെ പെൺകുട്ടികൾ, അവർ കലാലയങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടേതായ ലോകങ്ങളിലേക്ക് അവരുടെ ഷാളുകളും അവരുടെ ഹിജാബും ഒന്നുമില്ലാതെ എൻ്റെ ഫ്രീഡം എന്ന് പറഞ്ഞ് അവർ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ കാലോചിതമായി ചിന്തിക്കേണ്ടത് എനിക്കും എൻ്റെ കുടുംബത്തിനും തൗഹീദ് നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. പ്രിയമുള്ളവരെ, അത്തരത്തിൽ തൗഹീദ് നഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഒരു കാരണവശാലും നാം ഓരോരുത്തരും പെടാതിരിക്കുക എന്നുള്ളത് വളരെ ഗഹനമായി ചിന്തിക്കേണ്ട ഒന്നാണ്.
രണ്ടാമതായിട്ടൊരു വിഭാഗം ദീനിനെ മറന്നു ജീവിക്കുന്നവർ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദീന് എന്നുള്ളത് വളരെ വിദൂരതയിലേക്ക് സഞ്ചരിക്കുന്ന ആളുകൾ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇസ്ലാമിനെ വിമർശിക്കുന്ന തരത്തിലുള്ള ആളുകളായി മാറിയ ആളുകളുണ്ട്. നമ്മുടെ തൊട്ടടുത്ത കലാലയങ്ങളൊക്കെ അത്തരം രീതികളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത സുഹൃത്തുക്കളിൽ പല ആളുകളും നമ്മളോട് തന്നെ ചോദിക്കുന്നുണ്ട്, കൂട്ടുകാരാ, സഹോദര, നീ പറയുന്ന നിന്റെ ഇസ്ലാം എന്താണ്? നീ ഇത്രമാത്രം പവിത്രമാക്കിക്കൊണ്ട് നിന്റെ ഇസ്ലാമിന് ഇത്രമാത്രം എന്താണ് പ്രത്യേകത എന്ന് നാം ഓരോരുത്തരോടും ചോദിക്കുമ്പം തിരിച്ചു പറയേണ്ട ഒരു വാചകമുണ്ട്. നിനക്ക് അള്ളാഹുവിനെ അറിയുമോ? നമ്മുടെ ദൈവത്തെ അറിയുമോ? അള്ളാഹ് എന്ന് പറയുന്നത് ഏകത്വമാണ്. ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ് ഒരു യഥാർത്ഥ മുസ്ലിം. പറയുക, അള്ളാഹു ഏകനാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ചെറിയ ചെറിയ ആയത്തുകൾ, നമ്മൾ ദിനേന ഓതുന്ന ആയത്തുകൾ, ഇതൊക്കെ ഒന്ന് അർത്ഥമറിഞ്ഞ് പഠിക്കുമ്പോൾ വിശുദ്ധ ഖുർആനെയും തൗഹീദിനെയും എന്താണ് ശിർക്കെന്നും ഞാൻ എന്തൊക്കെ ചെയ്യണം, ഞാൻ എന്തൊക്കെ ചെയ്യരുത് എന്ന് വളരെ കൃത്യമായിട്ട് ഇസ്ലാം മതം പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം മതം പൂർണ്ണമാക്കി തന്നതിന് ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നത്. എന്നിട്ടും നമ്മുടെ കലാലയങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനിടയിൽ വളരെ പ്രചാരണത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങൾ, ഇന്ന കാര്യങ്ങളൊക്കെ ഇസ്ലാമിൽ ചെയ്യാൻ പറ്റുമോ, ഇന്ന കാര്യങ്ങളിലൊക്കെ എന്താണ് ഇസ്ലാമിലെ വിധി, ഇങ്ങനെ പല ചോദ്യങ്ങളും വരുമ്പോഴും മനുഷ്യരൊക്കെ ദീനുള്ള വ്യക്തികളും പലപ്പോഴും അതിൽ നിന്നും വ്യതിചലിച്ചു പോവുകയാണ്. പ്രിയമുള്ളവരെ, വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തരികയാണ്. പ്രിയമുള്ളവരെ, എന്തിനാണ് ഇത്തരം ആളുകളൊക്കെ നമ്മുടെ ഇടയിൽ വന്നിട്ട് നമ്മോട് ഇത്രമാത്രം ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കുന്നത്? ബാക്കി എത്ര മതങ്ങൾ, നമ്മുടെ നാടുകളിൽ ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് സംസ്കാരങ്ങളുണ്ട്, ഒരുപാട് പവിത്രതകളും എല്ലാം ഉണ്ടായിട്ടും ഇസ്ലാമിനെ മാത്രം എന്തുകൊണ്ട് ഇത്രമാത്രം ആളുകൾ വിമർശിക്കുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകന് അത്രമാത്രം ഇഷ്ടമുള്ള, പ്രവാചകന്റെ ഏറ്റവും കൂടുതൽ പ്രവാചകന് ജീവന തുല്യം സ്നേഹിച്ച മക്ക എന്ന പരിശുദ്ധ ഹറം, ആ പരിശുദ്ധ ഹറമിൽ നിന്നും പ്രവാചകനെ ആട്ടിപ്പുറത്താക്കുമ്പോൾ പ്രവാചകൻ തിരിഞ്ഞു നിന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാലമുണ്ടാകും. അങ്ങനെ പ്രവാചകനെ വരവേറ്റ് മദീനയിലെ ആളുകൾ പ്രവാചകനെ വരവേൽക്കുമ്പോൾ പ്രവാചകന്റെ കണ്ണിൽ അത്രയും സങ്കടം മാത്രം തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സങ്കടങ്ങളിൽ അത്രയും എൻ്റെ നാട്ടിലേക്ക്, എൻ്റെ പരിശുദ്ധ ഹറമിലേക്ക് എനിക്ക് തിരിച്ചു പോകണം എന്നുള്ള വേവലാതി കൊണ്ട് പ്രവാചകൻ വിതുമ്പുന്നത് പലപ്പോഴുമായിട്ട് പ്രവാചകന്റെ ഭാര്യമാർ കാണാറുണ്ട് എന്നുള്ളത് ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നതാണ്. ആ പ്രവാചകനെയാണോ നമ്മൾ പിൻപറ്റേണ്ടത്, അതോ ഇന്നലെയോ ഇന്നോ നമ്മുടെ കൂടെ വന്ന നമ്മുടെ സുഹൃത്തുക്കളായ വളരെ ആക്ഷേപഹാസ്യത്തോടുകൂടി നമ്മളെ ഇസ്ലാമിൽ നിന്നും പറിച്ചു മാറ്റാൻ വേണ്ടി അവരോടാണോ നമ്മൾ സംസാരിക്കേണ്ടത്, അവരോടാണോ നമ്മൾ ഇടകലരേണ്ടത് എന്നത് വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. പ്രിയമുള്ളവരെ, ഇത്തരം പല ആളുകളും നമ്മുടെ ഇടയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. പലരും പല സംസാരങ്ങളുമായി നമ്മളെ പ്രകോപിപ്പിക്കാനും നമ്മളെ ദീനിൻ്റെ അടിയാറുകളിൽ നിന്നും പറിച്ചു മാറ്റപ്പെടാനും പല ആളുകളോടും നമ്മളോട് സംസാരിക്കും. ഇത്തരം ആളുകളോട് വളരെ ഗഹനമായിക്കൊണ്ട് നാം പെരുമാറേണ്ടത്, ഇതെൻ്റെ മതമാണ്, എൻ്റെ ഇസ്ലാമാണ്. ഇസ്ലാം എന്ന വാക്കിന് തന്നെ ഒരു പരിശുദ്ധതയുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. ഈ ചോദിക്കുന്ന ആളുകൾ എന്താണ് ഇസ്ലാം എന്ന് ആ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് ചോദിക്കണം. ചില ആളുകൾ നമുക്കറിയാം, ഹറമിൻ്റെ, അതായത് മക്കയുടെ പരിപാവനമായ 1400 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആയിരക്കണക്കിന് ആളുകളോടും ഇസ്ലാം നേരിട്ടാണ് വിമർശനം തിരിച്ചുന്നയിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ താളുകൾ, അന്ന് ഹറമിൻ്റെ പരിശുദ്ധമായ ഹറമിൻ്റെ ഭാഗങ്ങളിൽ നിന്നും വിശുദ്ധ ഖുർആൻ വായിച്ചിട്ട് ആയിരക്കണക്കിന് കവിമാരാണ് വിശുദ്ധ ഖുർആനെ എതിർക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആൻ വായിച്ചു തീർത്ത ആയിരക്കണക്കിന് ആളുകളാണ് ഇസ്ലാമിലേക്ക് തിരിച്ചു വരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമുക്കറിയാം, കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ആയിട്ട് വ്യത്യസ്തങ്ങളായ യൂണിവേഴ്സിറ്റികളിൽ ഇന്നും ഒരു വലിയൊരു വിഷയം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. ആ വിഷയങ്ങളിൽ അത്രയും മുസ്ലിങ്ങളായ ആളുകളും അല്ലാത്തവരും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആളുകൾക്കും ദീൻ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് എൻ്റെ പേരിൽ ഇസ്ലാമുണ്ട്, എൻ്റെ പേരിൽ മുസ്ലിമുണ്ട്, എൻ്റെ പേരിൻ്റെ പിന്നാമ്പുറത്ത് മുഹമ്മദ് ഉണ്ട്, അഹമ്മദ് ഉണ്ട്, എല്ലാ നാമങ്ങളുമുണ്ട്. പക്ഷേ ഞാൻ അടിയുറച്ച് തൗഹീദിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൽ കൂടെ തന്നെ നാം ഓരോരുത്തരും കടന്നു പോവേണ്ടത് അനിവാര്യമാണ്, നിർബന്ധമാണ്. വിശുദ്ധ ഖുർആൻ എന്നുള്ളത് കേവലം നമ്മുടെ ഷെൽഫുകളിലോ നമ്മുടെ മൊബൈൽ ഫോണുകളിലോ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒന്നല്ല. നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ പൂർണ്ണമായും നമ്മുടെ ഒപ്പം നടക്കുന്ന, ഒപ്പം ചലിക്കുന്ന
ഫോണിലൂടെ പോലും നമുക്ക് ഖുർആൻ പഠിക്കാൻ അവസരമുണ്ടായിട്ടും ഖുർആനെ ഒന്ന് എടുത്തു നോക്കാനോ കേവലം ഖുർആനെ ഒന്ന് മനസ്സിലാക്കാനോ തയ്യാറാവാത്ത ആളുകളായി മാറുകയാണ് നാം. പലപ്പോഴും നമ്മുടെ ഇടയിൽ ഇന്ന് ഒരു ഖുർആൻ ക്ലാസ്സോ അല്ലെങ്കിൽ ദീനി സദസ്സുകളിലോ നാം പോകാൻ തയ്യാറാവുന്നില്ല. അത്തരം സദസ്സുകളൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഇടയിൽ തന്നെ നടക്കുന്ന സംഗീത കച്ചേരികളിലോ അല്ലെങ്കിൽ മറ്റ് ഹാപ്പിനെസ് അല്ലെങ്കിൽ സമാധാനം കണ്ടെത്താനുള്ള മറ്റു വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന പല ആളുകളും ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ തന്നെ പ്രിയപ്പെട്ട മക്കളും അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാരും ഒക്കെ പലപ്പോഴും ഉന്നയിക്കുന്ന സംസാരം ഇതാണ്: ജുമുഅ നടക്കുമ്പോൾ ഒരു പക്ഷേ എനിക്ക് സ്കൂളായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റൂല. ഉമ്മമാർ പറയും, എനിക്ക് വീട്ടിൽ ഒരുപാട് പണിയുണ്ട്, ഭക്ഷണം ഉണ്ടാക്കാനുണ്ട്, നിങ്ങൾ വരുമ്പോഴേക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇവിടെ ഒരുക്കി വെക്കേണ്ടതുണ്ട്, വസ്ത്രം അലക്കാനുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അവര് പരിശുദ്ധമായ ജുമുഅയിൽ പോലും തയ്യാറാവുന്നില്ല, ജുമുഅയിൽ പോലും പങ്കെടുക്കാൻ തയ്യാറാവുന്നില്ല. ഒരു ഖുർആൻ ക്ലാസ് വരുമ്പോൾ അവിടെ കേവലം 5 or 6 ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു കാലഘട്ടമായി ചുരുങ്ങി. പണ്ട് കാലം അങ്ങനെയല്ലായിരുന്നു. തൗഹീദ് എവിടെയാണോ സംസാരിക്കുന്നത് അവിടെ ഒരുപാട് ആളുകൾ ഒഴുകിയെത്തും. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം, എനിക്ക് എൻ്റെ മതത്തെക്കുറിച്ച് പഠിക്കണം എന്ന ഗഹനമായ ചർച്ചകളിലൂടെ അവർ ഒഴുകിയെത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിൻ്റെ ആളുകൾക്കൊന്നും അതിന് സമയമില്ല. അവരുടെ വാച്ചുകളിലും അവരുടെ ക്ലോക്കുകളിലുമൊക്കെ എനിക്ക് സമയമില്ല എന്ന വാക്ക് വളരെ ആഴത്തിൽ അവർ എഴുതി വെച്ചിട്ടുള്ളത് പോലെയാണ്, കോറിയിട്ടതുപോലെയാണ്. എൻ്റെ സമയം എനിക്ക് കുറച്ച് സമയമെങ്കിലും എൻ്റെ ദീനിനു വേണ്ടി മാറ്റിവെക്കണം എന്നത് എൻ്റെ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കേണ്ട ഒരു കാര്യമായി മാറണം. അതിനാണ് പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറയുന്നത്. മൂന്നാമതായി ഒരു വിഭാഗം ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അങ്ങേയറ്റം എനിക്ക് ദീന്, മതത്തോട് അങ്ങേയറ്റം കൂറുണ്ട്, മതമാണ് എനിക്കെല്ലാം, എൻ്റെ ഇസ്ലാം എൻ്റേത് മാത്രമാണ്, എനിക്കെൻ്റെ പടച്ച തമ്പുരാൻ തന്ന ഒരുപാട് ഭാഗ്യമാണ്. ഒരുപാട് ആളുകൾ സമൂഹത്തിൽ ഉണ്ടായിട്ടും അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് വഴികളിലൂടെ വേർതിരിഞ്ഞു പോകുമ്പോൾ എനിക്കെൻ്റെ തമ്പുരാൻ തന്ന തൗഹീദ്, ഈ തൗഹീദിൽ നിന്ന് ഞാൻ ഒരടി പോലും വ്യതിചലിക്കുകയില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന തൗഹീദിൻ്റെ ആളുകളുണ്ട്. അവരെപ്പോലും ഇന്ന് ദീനിൽ നിന്നും വളരെ വിദൂരം സഞ്ചരിപ്പിക്കാൻ വേണ്ടി പല ആളുകളും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പല പണ്ഡിതന്മാരെയും പല അധ്യാപകരെയും പല സുഹൃത്തുക്കളെയും ഒക്കെ ഇത്തരം വാചകങ്ങളിലൂടെ അവർ വ്യതിചലിപ്പിക്കുന്ന ഒരു സംരംഭത്തിലൂടെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഖുർആനും സുന്നത്തും മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ, ഖുർആനും സുന്നത്തും കഴിഞ്ഞിട്ട് മാത്രമേ എനിക്കെൻ്റെ ജീവിതത്തിൽ ബാക്കി എല്ലാം ഉള്ളൂ എന്ന് വളരെ ഗൗരവത്തിൽ നാം ഓരോരുത്തരും സംസാരിക്കേണ്ട ഒരു സംസാരമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാനായ ലബീദ് ബിൻ റബിയക്ക് ഹൃദയാന്തരങ്ങളിൽ ചിന്ത വന്നത് ഈ വിശുദ്ധ ഖുർആന്റെ വാചകങ്ങളിലൂടെയാണ്. നമ്മളൊക്കെ നിസ്സാരമായി തള്ളിക്കളയുന്ന ഇത്തരം വാചകങ്ങൾ ദിനേന ഓതുന്ന, നമ്മൾ ഖുർആൻ ഓതുന്ന ആളുകളാണ്. ഓരോ നമസ്കാരത്തിലും ഫാത്തിഹ സൂറത്തെങ്കിലും, ഫാത്തിഹ സൂറത്തും ചെറിയ ചെറിയ സൂറത്തുകളും സമയം കഴിച്ചിട്ടും അല്ലാതൊക്കെ നമ്മൾ ഓതുന്നതാണ്. ആ സൂറത്തിൻ്റെ അർത്ഥം ഒന്നറിഞ്ഞുകൊണ്ട് എന്തായിരിക്കും ഇതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ശറ എന്തായിരിക്കും, അതിൻ്റെ വിവരണങ്ങൾ എന്തായിരിക്കും, അതിറങ്ങാനുണ്ടായ സാഹചര്യം എന്തായിരിക്കും. ഇത്രകാലം ഞാൻ ജീവിച്ചു, എൻ്റെ ജീവിതത്തിൽ 40, 50, 60 കൊല്ലം ഞാൻ ജീവിച്ചു തീർത്തു, എന്നിട്ടും വിശുദ്ധ ഖുർആന്റെ അർത്ഥം എനിക്കൊന്ന് വായിക്കാൻ സമയമില്ല. പലപ്പോഴും റമദാനിൽ മാത്രം തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമായി വിശുദ്ധ ഖുർആൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. റമദാനിൽ മാത്രം ഖുർആൻ ഒന്ന് പൊടി തട്ടിയെടുത്ത് ആ ഖുർആൻ കേവലം ഹത്തം തീർക്കാനായിട്ട് 2, 3, 4 തവണ ഹത്തം തീർക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ എന്നും എനിക്കെൻ്റെ ഖുർആൻ വേണം, എനിക്കെൻ്റെ ഖുർആൻ എന്നും ഓതണം. എന്നിട്ട് ആ ഖുർആന്റെ താളുകൾ നിങ്ങളൊന്ന് മറിച്ചു നോക്കണം. ആ ഖുർആനിൽ ഏത് ആയത്താണോ നമ്മുടെ ഹൃദയത്തിൽ പതിക്കുന്നത് എന്നറിയാൻ ഖുർആൻ ഒന്ന് ജസ്റ്റ് ഒരു പേജ് ഒന്ന് മറിച്ചു നോക്കിയാൽ ആ പേജിൽ ആദ്യമായിട്ട് നമ്മുടെ കണ്ണിലുദിക്കുന്ന ആ ആയത്തിൻ്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കുക. അത്ഭുതമാണ് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. പല ആളുകളെയും ഹൃദയാന്തരങ്ങൾ ചിന്തിക്കുകയും പരിവർത്തിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള, വളരെ ആഴത്തിൽ ഒരു മനുഷ്യനെ ചിന്തിപ്പിച്ച വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ കൈവെള്ളകളിൽ ഉണ്ടായിട്ടും അതിനെ മറ്റൊരു വശത്തേക്ക് മാറ്റി നിർത്തുന്ന ആളുകളായി മാറരുത് നാം ഓരോരുത്തരും. നമുക്കെല്ലാവർക്കും അറിയാം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. ആരായിരുന്നു ഉമർ? ഉമർ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ വളരെ പേടിയുള്ള ഭയാനകമായ ഒരു രൂപം. ഉമറെങ്ങാനും ഒരു മനുഷ്യൻ്റെ മുന്നിലൂടെ കടന്നു വരുമ്പോൾ ആ വരുന്നത് ഉമറാണ് എന്ന് പറയാൻ പോലും സമയമില്ലാതെ വളരെ പെട്ടെന്ന് ഓടി ഒളിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഉമറിൻ്റെ കൈവെള്ളയിൽ ആ വാളൊന്ന് ഉദിച്ചു കാണുമ്പോൾ ആ സമൂഹത്തിൽ ഒരു നിഴല് പോലും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ ഉമറാണ് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആനിലൂടെ മാറ്റിമറിക്കപ്പെടുന്നത്. സൂറത്ത് ത്വാഹ നമുക്കെല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ്.
ആ ത്വാഹയിലെ വചനങ്ങൾ അദ്ദേഹം കേട്ടു. നമുക്കറിയാം ആ ചരിത്രങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ആ ചരിത്രങ്ങളിലൂടെ ആ ഉമറിനുണ്ടായ മാറ്റം നാം ഓരോരുത്തർക്കും ഉണ്ടാവണം. നമ്മുടെ റോൾ മോഡൽ ഇന്നിൻ്റെ കാലഘട്ടത്തിലൂടെ നടക്കുന്ന പല സിനിമ ചലച്ചിത്ര ആളുകളാവരുത്. നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്ത് വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാവരുത്. നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനും സുന്നത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മാത്രമാവണം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളു എടുക്കുന്ന സമയത്ത് പോലും, പ്രവാചകൻ ഉളു എടുത്ത് വെള്ളം ഇങ്ങനെ ഊർന്നൊലിക്കുന്ന സമയത്ത് ആ ഉളുവിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിലൂടെ ഉളു എടുത്തിരുന്ന ആളുകൾ അന്നിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ നടന്നു പോകുന്ന വഴിവീതികളിലൂടെ പ്രവാചകന്റെ നിഴല് ചവിട്ടിയിട്ട് പിന്തുടർന്ന സ്വഭാവത്തുണ്ടായിരുന്നു. പ്രവാചകൻ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ജീവിക്കാൻ കൊതിച്ച് പ്രവാചകനെ പിന്തുടരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പ്രവാചകനോടൊപ്പം ചെറുപ്പം മുതലേ ജീവിച്ച് വളർന്നു വന്ന ഒരുപാട് സ്വഹാബത്തുകൾ ഉണ്ടായിരുന്നു. പ്രവാചകന്റെ ചുറ്റിലുമായിട്ട് സ്വഹാബത്ത് സദാ ചുറ്റിയിരുന്നു എന്നാണ്. ആ സ്വഹാബത്ത് പറഞ്ഞു തന്ന ചര്യകളാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഇന്നും നാളെയുമായി പല ആളുകളും പ്രകോപിപ്പിക്കുന്ന പ്രകോപന വാക്കുകളിലൂടെ ചലിക്കേണ്ട ആളുകളാവരുത് നാം. എൻ്റെ പേൻ്റെ നെരിയാണിക്ക് താഴെ പോകാൻ പാടില്ല എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ജീവിതത്തിൽ ഉറച്ച് അതുപോലെ പാലിക്കുന്ന ആളുകളാണ് യഥാർത്ഥ മുസ്ലിം അല്ലെങ്കിൽ തൗഹീദിൻ്റെ വക്താവ് എന്ന് പറയുന്നത്. എൻ്റെ മുടി പ്രവാചകൻ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ ആവണം. എൻ്റെ താടി പ്രവാചകൻ എങ്ങനെയാണോ പറഞ്ഞത് അതെൻ്റെ ഇസ്സത്താണ്, അതുകൊണ്ട് അതുപോലെ ഞാൻ ജീവിക്കും. പ്രവാചകൻ എങ്ങനെയാണോ കാണിച്ചത് അതുപോലെ ഞാൻ ജീവിക്കും. 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബി എന്ന് വളരെ വിദൂരമായിക്കൊണ്ട് നമ്മോട് പറയുന്ന ആളുകളുണ്ടാവും. അതൊക്കെ ജീവിതത്തിൽ കേൾക്കേണ്ടി വരും. പല ആളുകളും ഈ വലിയ മുത്തക്കി, നീ മാത്രമുള്ളൂ ഈ നാട്ടിൽ വലിയ മുത്തക്കി, ബാക്കി ആളുകളൊക്കെ എന്താ ജീവിക്കണില്ലേ, എനിക്ക് ഈ പറയണ മാത്രമേ ഞങ്ങൾ കേൾക്കാൻ പറ്റുള്ളൂ എന്നാണോ? അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇത്തരം വാക്കുകൾ കേട്ട് ഒറ്റപ്പെടുമ്പോഴും അവരുടെ ജീവിതം ചിന്തിച്ചു പോകുന്നത്, ഞാൻ ഈ ഇസ്ലാം പറയുന്നത് പോലെ ജീവിച്ചാൽ എന്ത് ചെയ്യും, ഞാൻ ഒറ്റപ്പെട്ടു പോകും, അതുകൊണ്ട് എനിക്ക് ഈ അതിർവരമ്പിൽ നിന്നും മാറ്റപ്പെടണം. ഇസ്ലാം എന്ന് പറഞ്ഞ സമാധാനമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എന്നെ ആളുകളൊക്കെ വേറെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് എന്നുള്ള ചിന്ത കൊണ്ട് അവർക്കൊത്ത് അവരുടെ കാലത്തിനൊപ്പം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം എന്താണ് ഖിയാമത്ത് നാൾ എങ്ങനെയായിരിക്കും വരിക. അതിൻ്റെ ചരിത്രങ്ങളും അതിൻ്റെ പിന്നാമ്പുറങ്ങളൊക്കെ നമുക്കറിയാം. എങ്ങനെയായിരിക്കും അതിലൂടെ വരുന്ന ദൂഷ്യഫലങ്ങളൊക്കെ നാം ഓരോരുത്തരും പഠിച്ചുകൊണ്ടിരുന്നതാണ്. ആ കാലഘട്ടത്തിലൂടെ ആ ചരിത്രങ്ങളിലൂടെ ഒക്കെ നമ്മൾ ചികഞ്ഞന്വേഷിച്ചു പോയവരുമാണ്. നമ്മൾ മദ്രസ തലം മുതലേ പഠിച്ചു വരുന്ന കാര്യങ്ങളുമാണ്. എന്നിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് വളം വെച്ച് കൊടുക്കുന്ന രക്ഷിതാക്കളാവരുത് നാം. വളരെ ഗൗരവത്തിൽ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പാരൻസ്, നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മുടെ മക്കളുടെ കൂടെ ഒന്ന് ചെലവഴിക്കാൻ സമയം കണ്ടെത്തണം. പലപ്പോഴും കുട്ടികൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന പരാതികൾ ഇതാണ്: എൻ്റെ വാപ്പാനെ കണ്ടിട്ട് ഒരുപാട് കാലമായി, എൻ്റെ അമ്മയായിട്ട് സംസാരിച്ചിട്ട് ഒരുപാട് കാലമായി. കാരണം ഞാൻ വീട്ടിൽ വരുമ്പം എൻ്റെ വാപ്പ അവിടെ ഉണ്ടാവില്ല. കുറേ വൈകി വരുമ്പോഴായിരിക്കും, ചിലപ്പം 10 മണി 11 മണിക്ക് ശേഷമായിരിക്കും വാപ്പ വരിക. ആ സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. ചില കുട്ടികളുടെ പരാതികൾ. എൻ്റെ ഉമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അടുക്കളപ്പണി ഒക്കെ കഴിഞ്ഞ് ഉമ്മാനോട് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഈ ഒന്നിപ്പോൾ കുറേ പണി തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് ഉമ്മ പറഞ്ഞേക്കുന്ന മക്കളുടെ സങ്കടങ്ങൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതുപോലെ തിരിച്ചുണ്ട്, മാതാപിതാക്കളുടെ സങ്കടമുണ്ട്. വാപ്പ പറയുന്നുണ്ട്, എൻ്റെ മോന് കുറേ കാലമായിട്ട് എന്നോട് മുണ്ടിയിട്ടില്ല, കുറേ കാലമായിട്ട് അവൻ്റെ മുമ്പിൽ ഒരു യന്ത്രം മാത്രമായിട്ടാണ് അവന് കാണുന്നത്. ഞാൻ വീട്ടിലേക്ക് കടന്നു വരുമ്പം 2 കാലും സോഫയിൽ തൂക്കി അവൻ്റെ ലോകത്തിലായിരിക്കും, അവൻ്റെ ഫോണിലായിരിക്കും, അവൻ്റേതായ തിരക്കുകളിലായിരിക്കും. ഞാനൊന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും അവനവിടുന്ന് എണീച്ച് പോകുന്നുണ്ട്. ഉമ്മമാർക്കുള്ള പരാതി, എൻ്റെ മകനെ ഒന്ന് കൂട്ടിയിരുത്തി പലപ്പോഴും എന്തൊക്കെ ഉണ്ടടാ വിശേഷം, ഇന്ന് സ്കൂളിൽ നിന്ന് എന്താ പഠിച്ചത്, ഇന്ന് കോളേജിൽ എന്തൊക്കെയായിരുന്നു നിൻ്റെ വിശേഷങ്ങൾ, ഇതൊക്കെ പങ്കുവെക്കാൻ ഉമ്മമാർ വളരെ ഇഷ്ടത്തോടു കൂടി അവരെ സമീപിക്കുന്നുണ്ട്. പക്ഷെ അവർ തയ്യാറാവുന്നില്ല. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികളും പരാധീനതകളുമായി മാത്രം ഒരു സമൂഹം ഇങ്ങനെ കടന്നു പോകാം. ഇവിടെ മാറ്റങ്ങൾ വരേണ്ടത് എങ്ങനെയാണ്? സ്വന്തം വീട്ടിൽ നിന്ന് മാറ്റങ്ങൾ വരണം. എൻ്റെ വീട് ഇസ്ലാമിക അന്തരീക്ഷമാവണമെങ്കിൽ ഞാൻ എന്നെ വിചാരിക്കണം. ഞാനൊരാൾ മാറിയാൽ എൻ്റെ വീട് മാറും. എൻ്റെ വീട്ടിൽ ഞാൻ വലിയൊരു മുത്തക്കിയായി അത്യാവശ്യം ഒരു തൗഹീദും ദീനുമായി ജീവിക്കുന്ന ആളാണെങ്കിൽ എൻ്റെ മക്കളും എന്നെ റോൾ മോഡലാക്കും. അത്തരം ചില സുഹൃത്തുക്കളുണ്ട്. അവർ പറയുന്നത്,
കോളേജിൽ പോകുമ്പം അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പം ഒരുപാട് ഫ്രണ്ട്സിനെ കാണുന്നുണ്ട്. അവരുടെ ഇടയിലൂടെയൊക്കെ സംവദിക്കുന്നുണ്ട്, അവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്, അവരുടെ കൂടെ കൂട്ടുകൂടുന്നുണ്ട്, എല്ലാ സന്തോഷങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്. പക്ഷേ നിന്റെ റോൾ മോഡൽ ആരാന്ന് ചോദിച്ചാൽ അവനൊരു പേടിയില്ലാതെ അവൻ പറയും എൻ്റെ വാപ്പയാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ വാപ്പിമ്മയും കഴിഞ്ഞിട്ട് എനിക്ക് എല്ലാം ഉള്ളൂ. ഇങ്ങനെ പറയുന്ന സൗഹൃദങ്ങളും നമ്മൾക്കിടയിലുണ്ട്. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ വീടാങ്ങൾ തന്നെയാണ് ഇവിടെ മാറ്റപ്പെടേണ്ടത്. വീട്ടിലൂടെയാണ് ഒരു പുതുതലമുറ വളർന്നു വരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇസ്ലാം എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ വീട്ടിൽ നിന്ന് ഇതിൻ്റെ കൃത്യമായ ഉത്തരം കിട്ടുന്നില്ല. മദ്രസയിൽ നിന്ന് പഠിച്ചോളെന്ന് വിചാരിച്ച് നമ്മൾ മദ്രസകളിലേക്ക് പറഞ്ഞയക്കുകയാണെങ്കിൽ മദ്രസകളുടെ ചില അതിർവരമ്പുകൾക്ക് അപ്പുറം മദ്രസ പ്രായം കഴിഞ്ഞാൽ ആ കുട്ടികൾ ഫ്രീ ആവാണ്. പിന്നീട് CR പോലുള്ള സംരംഭങ്ങളൊക്കെ ഉണ്ട്. മദ്രസകൾ കഴിഞ്ഞ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. ദീനുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരുപാട് അവസരങ്ങൾ സംഘടനകളും ഓരോ സംഘടനാ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മതത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായ MSM, ISM പോലുള്ള ഒരുപാട് സംഘടനകൾ കൂടെ ഉണ്ടായിട്ടും നമ്മുടെ മക്കൾക്ക് അതിനൊന്നും സമയമില്ല. അവർക്ക് അവരുടെ റീലുകളും അവരുടെ ഇൻസ്റ്റാഗ്രാമിലെ സ്ക്രോളുകളും അവരുടെ സമയം മൊത്തം അതിൽ മാത്രം ചെലവഴിക്കാനേ ഉള്ളൂ. അവർക്ക് അവരുടെ കോളേജ് നമ്മൾ ചോദിക്കുമ്പോൾ വീട്ടിൽ നിന്ന് അവരോട് ചോദിക്കുമ്പം എന്താ എനിക്ക് ഇത്ര തിരക്ക്, ഒന്ന് വാ നമുക്കൊന്ന് സംസാരിക്കാമെന്നൊക്കെ പറയുമ്പോൾ വാപ്പ അല്ലെങ്കിൽ ഉമ്മ എനിക്ക് കുറേ പഠിക്കാനുണ്ട്, കുറേ അസൈൻമെൻറ്റുകൾ ചെയ്യാനുണ്ട്. നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കാം. ഇങ്ങനെ പലപ്പോഴും പല സംശയങ്ങൾ അല്ലെങ്കിൽ പല ചോദ്യങ്ങൾ നമ്മോട് തിരിച്ചു ചോദിക്കുന്ന മക്കളുണ്ട്. വാപ്പ എനിക്കപ്പോൾ കുറേ പഠിക്കുകയൊക്കെ വേണ്ടേ, ഞാൻ പഠിച്ച് നിങ്ങളെക്കാളും വലിയ ജോലി വാങ്ങണം എന്നല്ല നിങ്ങളെ ആഗ്രഹം. ഇങ്ങനെ തിരിച്ച് നമ്മോട് വളരെ ഗൗരവത്തിൽ ചോദിക്കുന്ന മക്കളൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ. പക്ഷേ ഇതിനൊക്കെ പരിഹാരം എന്നുള്ളത് നാം തന്നെ കാണിച്ചു കൊടുക്കണം. മദ്രസയിൽ നിന്ന് പഠിക്കട്ടെ എന്ന് കരുതി മാറ്റി വെക്കാതെ എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും എന്നെ പരിചരിച്ചാൽ അവരുമായിട്ടുള്ള എൻ്റെ സൗഹൃദം, പ്രവാചകന് കിട്ടാതെ പോയിട്ടുള്ള സൗഹൃദം, പ്രവാചകൻ അനാഥനായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രവാചകൻ്റെ ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാം പ്രവാചകൻ്റെ അനാഥത്വത്തിൻ്റെ വേദന. ആ അനാഥത്വം നമ്മളെ മക്കൾക്കില്ല. നമ്മുടെ മക്കൾക്ക് അനാഥത്വം ഇല്ല. എന്നിട്ട് ഒരു വാപ്പുണ്ട്, ഉമ്മയുണ്ട്, കാക്കുണ്ട്, എല്ലാവരും സഹോദരങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ തീന്മേശക്ക് ചുറ്റും ഒരു വൈകുന്നേരം എല്ലാവരും ഒന്നിരുന്ന് എന്തൊക്കെയുണ്ട് വിശേഷം, എന്തൊക്കെയാണെന്ന് സംഭവിച്ചത്, എന്തൊക്കെയാണ് വാപ്പ നിങ്ങൾ കുറേ ആയാലും അധ്വാനിക്കണേ, നിങ്ങളെ കയ്യിൽ കുറേ വിടവും കുറേ വേദനകളൊക്കെ കാണുന്നുണ്ടല്ലോ വാപ്പ, കുറേ മുറിപ്പാടുകളൊക്കെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ, എന്തെങ്കിലും പ്രയാസമുണ്ടോ, ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെയാണോ ഒപ്പം നിങ്ങൾ കടന്നു പോണത്, ഉമ്മ നിങ്ങൾ കുറേ കാലമായില്ല അടുക്കളയിൽ ഇങ്ങനെ പണിയെടുക്കുന്നത്, ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ, എനിക്ക് വേണ്ടിയിട്ടും നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ അമ്മ, അപ്പോൾ ഉമ്മ നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഈ കുറഞ്ഞ കാലഘട്ടത്തിനുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. പല സൗഹൃദങ്ങളും പിരിഞ്ഞു പോകുന്നതും ഇത്തരം പ്രശ്നങ്ങളിലൂടെയാണ്. ചില സുഹൃത്തുക്കൾ പറഞ്ഞ അനുഭവമാണ്. എനിക്കെൻ്റെ വാപ്പാനോടും ഉമ്മാനോടും പറയാൻ പറ്റാത്തതൊക്കെ എനിക്കെൻ്റെ സുഹൃത്തുക്കളോട് പറയും. ഒരാൺ സുഹൃത്ത് പറയുന്നത് എൻ്റെ പെൺസുഹൃത്തിനോട് പറഞ്ഞാൽ എൻ്റെ ടെൻഷനൊക്കെ മാറും. പെൺസുഹൃത്ത് തിരിച്ചു പറയുന്നത് എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ പരാധീനതകളൊക്കെ ആണിനോട് പറഞ്ഞാൽ അവിടെ തീരും, അവിടെ പ്രശ്നങ്ങൾ തീരും. സ്വന്തം വീട്ടിലെ വാപ്പാനോടും ഉമ്മാനോടും പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങൾ അവർ സൊല്യൂഷൻ കാണുന്നത് അല്ലെങ്കിൽ അവർ സമാധാനം കാണുന്നത് അവരുടെ സൗഹൃദങ്ങൾക്കിടയിലാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടും നമ്മൾ കാണുന്ന ഒരുപാട് കേസുകൾ, ഒരുപാട് കൊലക്കേസുകളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വിടർന്ന് പന്തരിച്ച് നിൽക്കുമ്പോഴും നമ്മളിതൊക്കെ കണ്ടിട്ടും എൻ്റെ വീട്ടിലില്ല എൻ്റെ മകനും എൻ്റെ മകളും ദീനുള്ള കുട്ടിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ സമൂഹത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവരിതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുമോ ഇല്ലേ എന്നുള്ളത് എന്തുറപ്പാണ് നമുക്കുള്ളത്. ഞാൻ കാണാത്ത സമയങ്ങളിൽ അത്രയും അവനവൻ്റെ കലാലയങ്ങളിലാണ്, അവൻ്റെ ജീവിതത്തിൻ്റെ പകുതിയിലേറെ അവനവൻ്റെ കലാലയത്തിലാണ്, അവനവൻ്റെ സ്കൂളിലും മറ്റ് പരിസരങ്ങളിലുമാണ്, അവൻ്റെ സുഹൃത്തുക്കളോടൊപ്പമാണ്. സൗഹൃദം എന്ന് പറഞ്ഞത് വലിയ തെറ്റായിട്ടല്ല പറഞ്ഞത്. ഏറ്റവും നല്ല സൗഹൃദങ്ങൾക്ക് ഉദാഹരണങ്ങളുണ്ട്. ആ സൗഹൃദങ്ങൾ അതുപോലെ പിന്തുടരുന്ന നല്ല സുഹൃത്തുക്കളായിട്ട് നമ്മുടെ ഇടയിലെ മക്കളെ മാറ്റണം. അത് മാറുക എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ സമുദായത്തിൻ്റെയും ആവശ്യമാവണം. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല മുഅ്മിനായിട്ട് മാറുക, സത്യവിശ്വാസം ഉൾക്കൊള്ളുന്ന മുഅ്മിനായിട്ട് മാറുക. അങ്ങനെയാണ് പ്രിയപ്പെട്ട സ്വഹാബത്തിൽ ഓരോരുത്തരും ജീവിച്ചു തീർത്തിട്ടുള്ളത്. നമ്മളോട് ഖുർആൻ സംസാരിക്കുന്ന ചില ആയത്തുകളുണ്ട്. സൂറത്ത് ശൂറയിലെ 4-ാമത്തെ ആയത്ത്, ഫാത്തിറു സമാവാത്തി തുടങ്ങുന്ന ആയത്തിൻ്റെ അവസാനം ഒടുക്കം അള്ളാഹു പറയുന്നുണ്ട്, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അവന് തുല്യമായി യാതൊന്നുമില്ല, അവനെല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ്. നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആയത്താണിത്.
മോനെ നിൻ്റെ കലാല അല്ലെങ്കിൽ നീ പോകുന്ന ഇടങ്ങളിലൊക്കെ നീ കുറേ CCTV കാണുന്നില്ലേ? ഈ CCTV എത്രയോ അപ്പുറം നിൻ്റെ റബ്ബ് സദാ നിൻ്റെ അടുക്കലുണ്ട്. നിൻ്റെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ് നിൻ്റെ റബ്ബ്. എന്നിട്ടും നീ എന്തിനാണ് മോനെ, നിനക്കൊരു തെറ്റ് വരുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ നിനക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല മോനെ? ഇതൊരു നന്മയാണെങ്കിൽ ആ നന്മ ചെറുതാണെങ്കിൽ പോലും നിനക്ക് ചെയ്യാമായിരുന്നിട്ടും നീ അതിനോട് വിമുഖത കാണിക്കുന്നത് എന്താണ് മോനെ എന്ന് നമ്മൾ അവരോട് ചോദിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, സൂറത്തു ഇഖ്ലാസ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇഖ്ലാസിലെ 4-ാമത്തെ ആയത്ത് വലം യകുല്ലഹു കുഫുവൻ അഹദ്, തീർച്ചയായും അവന് തുല്യമായി ആരും തന്നെ ഇല്ല. ബാക്കിയുള്ള ആളുകളോടൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പലപ്പോഴും സൗഹൃദങ്ങൾക്കിടയിൽ പലരോടുമായിട്ട് സൗഹൃദം കൂടുമ്പോഴും എനിക്കെൻ്റെ ഫ്രണ്ട് ചിലപ്പോൾ ചില സുഹൃത്തുക്കൾ പറയലുണ്ട്, ഇന്ന ആളാണ്, ഇന്ന ആളെ പെട്ടെന്ന് ഞാൻ ദൈവത്തെ പോലെ കണ്ടു എന്നൊക്കെ പറയണേ തമാശക്കാണെങ്കിലും അത്തരം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെറിയ സന്തോഷം വരുമ്പോഴൊക്കെ അയാൾ വന്നതുകൊണ്ടാണ്, അയാൾ അതിനെ ദൈവത്തിന് തുല്യമായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ വേറെ ഒരാളുമില്ല. അള്ളാഹുവാണ് എല്ലാ സങ്കടത്തിനും എന്നോടൊപ്പം ഉണ്ടാകുന്നത്, എൻ്റെ പടച്ചോനാണ്. ആ പടച്ചോൻ കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കി എല്ലാം ഉള്ളൂ തുടങ്ങിയ ഓരോ ആയത്തുകളും ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും ചെയ്തത് ആരാണെന്ന് നീ പറയുന്ന ആളുകളോട് നീ ചോദിച്ചു നോക്ക്. തീർച്ചയായും അവൻ പറയും അള്ളാഹു ആണെന്ന്. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് വ്യതിചലിക്കാൻ കഴിയുന്നത്? ഖുർആനിലെ ഓരോ ആയത്തുകളാണ്. ഈ ആയത്തുകളുടെ അർത്ഥം നമ്മളിങ്ങനെ അന്വേഷിക്കുമ്പം നമ്മളുമായിട്ട് പലപ്പോഴും കണക്റ്റ് ചെയ്യാൻ കഴിയണം, നമ്മളുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയണം. അവിടെയാണ് നമ്മുടെ വ്യത്യാസവും നമ്മുടെ ദീനും കൂട്ടിയുറപ്പിക്കാൻ കഴിയുക. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പട്ടാള സംഘത്തിൻ്റെ നേതാവായിക്കൊണ്ട് ഒരാളെ അയക്കുകയുണ്ടായി. ആ അയക്കുന്ന സമയത്ത് അദ്ദേഹം ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുമ്പം ഖുർആൻ ഓതി. ഇമാമായി നിസ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പെട്ടെന്ന് തീർക്കാനാവുന്ന കരുതിയത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പിറ്റേന്ന് നിസ്കരിക്കാൻ വന്നു, അന്നും ഇതേ സൂറത്ത്. പിറ്റേന്നും ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പ്രവാചകനോട് പോയി പറഞ്ഞു, പ്രവാചകരെ ഇന്ന ആള് ഫുള്ള് ഖുൽ ഹുവല്ലാഹു മാത്രമാണ് ഓതുന്നത്, ഇയാൾക്ക് വേറെ സൂറത്ത് അറിയായിട്ടൊന്നല്ല, പക്ഷെ എന്തുകൊണ്ടാണ്? പ്രവാചകനൊന്ന് ചോദിച്ചു നോക്കുക പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ വേറെ ആളെ പറഞ്ഞു വിട്ടു. എന്തിനാണ് താങ്കൾ ഖുൽ ഹുവല്ലാഹു മാത്രം ഓതുന്നത് എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് എൻ്റെ റബ്ബിനെ പ്രകീർത്തിക്കുന്ന ആയത്തുകളാണ്, എൻ്റെ റബ്ബിനെ പ്രകീർത്തിക്കുന്ന ആയത്തുകളാണ്, അതുകൊണ്ടാണ് ഞാനത് ഓതുന്നത്. എനിക്ക് ബാക്കിയുള്ള സുഹൃത്തുക്കളോ ഖുർആനൊന്നും അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ അത്രമാത്രം പടച്ച തമ്പുരാന് എന്നുള്ളത് എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണത്. നമ്മുടെ കുട്ടികളും നമ്മുടെ വാപ്പമാരും ഉമ്മമാരൊക്കെ ഇതിൽ തന്നെയാണ് വിശ്വസിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. തഖില്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഖുർആൻ്റെ വക്താക്കളാവുക, നമ്മുടെ ജീവിതം തൗഹീദുള്ളതാവുക ഒക്കെ നമ്മൾ പറയുമ്പോഴും ഈ തൗഹീദൊക്കെ പലപ്പോഴും നമ്മുടെ ഇടയിലേക്ക് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ മരണത്തിൻ്റെ വേളയില്ല. നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ, നമ്മളെ അത്രക്കും ഇഷ്ടപ്പെടുന്ന ആളുകൾ, നമ്മുടെ വാപ്പയാകാം, നമ്മുടെ ഉമ്മയാകാം, നമ്മുടെ സൗഹൃദങ്ങളിൽപ്പെട്ട ആളുകളാവാം, നമ്മുടെ കുടുംബത്തിൽ അത്രമാത്രം നമ്മൾ വില കൽപ്പിക്കുന്ന ആളുകളാവാം. ആ ഒരാൾ പെട്ടെന്നൊരു ദിവസം മരിച്ചു പോവാണ്. ആ മരിക്കണ വേളയിൽ നമുക്ക് ഉണ്ടാകുന്നൊരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട്, വല്ലാത്തൊരു അനുഭവം ഉണ്ട്. അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, നാളെ ഞാനും ഇതുപോലെ മരിച്ചു പോകേണ്ട ആളല്ലേ? നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഏത് നിമിഷം മരിക്കുക എന്നറിയില്ല. നമ്മളിവിടെ കുത്തുബ പറയുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സദസ്സുകളിൽ ഏതെങ്കിലും ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക. അപ്പം അങ്ങനെ ഒരുപാട് അവസരങ്ങൾ എപ്പോഴും മരിക്കുക എന്നുള്ളതാണ്. മരണം ഒരാളെയും കാത്തിരിക്കൂല. ചെരുപ്പിൻ്റെ വാറടിയോളം അടുത്താണ് മരണം എന്നാണ്. അത്രമാത്രം നമ്മോട് എപ്പോഴും കഥ പറഞ്ഞ് നടക്കുന്ന മരണം, നമ്മോട് സദാ സല്ലപിക്കുന്ന മരണം നമ്മോടൊപ്പം ഉണ്ടായിട്ടും അതൊരു പുനർവിചിന്തനമാണ്, പുനർവിചാരമാണ്. ആ മരണത്തിലൂടെ ചിന്തിക്കാൻ കഴിയണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ, ഒരുപാട് വിശ്വാസികളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ. എന്നാലും അത്തരം ആളുകൾ ഒക്കെ മരിച്ചു പോകുമ്പോഴും നമ്മളെന്ത് ചെയ്യും? സാധാരണ പോലെ ഖബർ സന്ദർശിക്കും, പിന്നീട് അവിടുന്ന് തിരിച്ചു പോരും. പിന്നെ അയാളെക്കുറിച്ചോ അല്ലെങ്കിൽ ആ സ്ത്രീയെക്കുറിച്ചോ നമ്മൾ ആലോചിക്കുക പോലുമില്ല.
നമ്മളെ വീട്ടിൽ ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മളെ വീട്ടിൽ നമ്മളെ പ്രിയപ്പെട്ട വാപ്പ മരിച്ചു പോയി എന്ന് വിചാരിക്കുക. ആ വാപ്പ മരിച്ചു പോയിട്ട് ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട് വീട്ടിലേക്ക്. ഒരുപാട് നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്ത ആളുകൾക്ക് ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട്. 40 സത്യവിശ്വാസികൾ, 40 ദീന അങ്ങേയറ്റം തൗഹീദുള്ള മുവഹിദുകളായ 40 ആളുകൾ ഒരാളെ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് സ്വർഗമുണ്ട് എന്നാണ്. അങ്ങനെ നമുക്കൊക്കെ വേണ്ടിയിട്ട് എത്ര ആളുകൾ, 40 ആളുകളിൽ താഴെ അല്ലെങ്കിൽ 40 ആളുകളെങ്കിലും വരുമോ? നമുക്ക് വിശ്വാസമുണ്ട്, അത്രമാത്രം നമുക്ക് പറയാൻ കഴിയണം. അവിടെയാണ് നമ്മളെ ദീനുണ്ടാവുക. അപ്പോൾ പറഞ്ഞ തൗഹീദ് വളരെ കൃത്യമായിട്ട് തൗഹീദിൻ്റെ ആശയങ്ങൾ അതാണ് പഠിപ്പിക്കുന്നത്. നമ്മൾക്ക് ഈ 40 ആളുകളെങ്കിലും ചുരുങ്ങിയത് നിസ്കരിക്കാൻ വരുമോ? അവിടെയാണ് ഞാനൊരു തൗഹീദില്ല ആളെന്നുണ്ടെങ്കിൽ ഈ നമ്മളെ മക്കൾ ഞാൻ പറഞ്ഞതുപോലെ കലാലയങ്ങളിലും സ്കൂളുകളിലൊക്കെ പോലെ മാറ്റി നിർത്തിയാലും ഇപ്പം നമ്മളെ ഇടയിൽ തന്നെ വാപ്പമാരും പള്ളിയിലൊക്കെ അയാൾ പള്ളിയിൽ വരുന്നുണ്ട്, അയാൾ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്, എല്ലാ നന്മകളിലും അയാളുണ്ടാവും. പുറത്തുനിന്ന് നമ്മൾ അറിയുന്നുണ്ടാവില്ല. പല ആളുകളും പറയുന്നുണ്ടാവും അയാളെപ്പോലെ എനിക്കാവാൻ സാധിച്ചിരുന്നെങ്കിൽ, അയാളെപ്പോലെ എനിക്കൊന്ന് ആവാൻ സാധിച്ചിരുന്നെങ്കിൽ. അല്ലെങ്കിൽ ആ ഉമ്മ എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണ് ആ ഉമ്മ ഓരോ ലേണിംഗ് ക്ലാസ്സിനും അല്ലെങ്കിൽ ഓരോ ഖുർആൻ ക്ലാസ്സിനും വിദൂരതകൾ താണ്ടിയിട്ട് ആ ഉമ്മ വരുന്നുണ്ടല്ലോ. ആ അമ്മാനെ പോലൊക്കെ എന്താ നമ്മൾക്കാവാൻ പറ്റാത്തത്? പലരും പറയുന്ന വാക്കുകളാണ്. പല ആളുകൾ നമുക്കറിയാം. അന്ധനായ സ്വഹാബി ഉമ്മി മക്തൂം, അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം. ഉമ്മി മക്തൂമിന് 2 കണ്ണുമില്ല. ആ 2 കണ്ണുമില്ലാത്ത സമയത്ത് അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രവാചകരെ എന്താ എനിക്ക് 2 കണ്ണും കാണൂലല്ലോ പ്രവാചകരെ, പള്ളിയാണെങ്കിൽ ഒരുപാട് വിദൂരതയിലാണ്, ബാങ്ക് കൊടുക്കുന്നത് ഇവർക്ക് കേൾക്കുകയുമില്ല, ഞാൻ എന്താണ് പ്രവാചകരെ ചെയ്യേണ്ടത്? ഞാൻ സമയമാവുന്നത് അറിയുന്നില്ല പ്രവാചകരെ, എന്താണ് ഇതിനൊരു പോംവഴി? അപ്പം പ്രവാചകൻ പറഞ്ഞു കൊടുത്തത് ബാങ്ക് കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. സമയമായാൽ താങ്കൾ എന്ത് ചെയ്യണം? പള്ളിയിലേക്ക് വരണം. അത്രമാത്രം ഈമാനുകൊണ്ട് പുനർവിചിന്തനം നടത്തിയ സ്വഹാബത്ത്, ആ സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ കേവലം കഥകളായിക്കൊണ്ട് മാറ്റി നിർത്തുകയല്ല നാം ഓരോരുത്തരും വേണ്ടത്. ഇത്തരം ഒരുപാട് പുനർവിചിന്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. ഒറ്റപ്പെട്ടേക്കാം, വളരെ സങ്കടം വന്നേക്കാം, സഹിക്കാൻ കഴിയില്ല എന്ന് വരുന്നേക്കാം, ചിലപ്പോൾ ആത്മഹത്യൻ്റെ വക്കിലെത്തിയേക്കാം. നമുക്കറിയാം ഒരു മുഅ്മിനായ വ്യക്തി ആത്മഹത്യ ചെയ്ത് അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്നിട്ട് പോലും ആത്മഹത്യൻ്റെ അങ്ങേ വക്കിലായി, കടം കൊണ്ട് അങ്ങേ താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിൽ, വേദന കൊണ്ട് രോഗം കൊണ്ട് അങ്ങേ താങ്ങാൻ കഴിയാത്ത പറ്റ കുടുങ്ങി നിൽക്കുന്ന ഒരവസ്ഥ. ഇനി എൻ്റെ മുമ്പിൽ ഒന്നുമില്ല, ഒരാൾ പോലും എന്നെ സഹായിക്കാനില്ല, ഞാൻ എന്താ ചെയ്യുക? ഒരു കയറ് കെട്ടി അതിൽ തൂങ്ങി മരിക്കുകയാണോ ഞാൻ വേണ്ടത്? അതോ എൻ്റെ മുമ്പിൽ പരിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ ഖുർആനുണ്ട്, അള്ളാഹ് എൻ്റെ മുമ്പിലുണ്ട്, ആ അള്ളാഹിനോട് പറയുകയാണോ വേണ്ടത്? ഈ ഒരു ഘട്ടം വരുമ്പോൾ 2 വിധം ആളുകളാണ് ഉണ്ടാവുക. ഒന്നാമതായിട്ട് ചിന്തിക്കാൻ നിൽക്കൂല, ഇനി ഒന്നുമില്ല, എൻ്റെ ജീവിതം തകർന്നു, ഇനി ആരും എനിക്ക് കൂട്ടുണ്ടാവില്ല. അയാൾ ആത്മഹത്യ ചെയ്തു, പിന്നെ അയാൾക്കൊന്നും കിട്ടാനില്ല, അയാളുടെ കുടുംബത്തിന് പോലും സങ്കടം വരിക. നേരെ മറിച്ച് അയാൾ പറയാണ് ഇന്നിപ്പോൾ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ഞാൻ ചിലപ്പോൾ നല്ല ഒറ്റപ്പെട്ടേക്കാം, കുറേ ആളുകൾ വന്നുകൊണ്ട് ശിക്ഷിച്ചേക്കാം, ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് വരാൻ പോകുന്നൊരു ലോകമുണ്ടല്ലോ, ഞാനിവിടെ ക്ഷമിക്കുകയാണെങ്കിൽ തീർച്ചയായും ക്ഷമ എന്ന് പറഞ്ഞത് എന്താണ്? സ്വർഗത്തിലേക്കുള്ള പാതയാണെന്നാണ്. അത്രമാത്രം ഞാൻ ക്ഷമിച്ചത് കൊണ്ട് മാത്രം എന്നെ അവർ തൂക്കിക്കൊന്നേക്കാം, എന്നാലും കുഴപ്പമില്ല. പക്ഷെ എന്താണ്, എനിക്കെൻ്റെ സ്വർഗം നിഷേധിക്കൂലല്ലോ. ആ ഒരു ആത്മവിശ്വാസം കിട്ടുക എവിടുന്ന് അറിയോ? നമ്മളിപ്പോൾ പറഞ്ഞ തൗഹീദ് ഉണ്ടെങ്കിലാണ്. ആ തൗഹീദ് ഉണ്ടെങ്കിൽ ഈ ആത്മവിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങുന്നുള്ളതാണ്. മരണം കൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഹിദായത്ത് കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്. ഒരാളുടെ മരണം കണ്ടതുകൊണ്ട് മാത്രം അയാളുടെ ജീവിതം മാറിയ ആളുകളുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്ത് ഇതേപോലെ കുറേ ഖുറാഫാത്തുകളിലൂടെ കടന്നു പോയ ആളാണ്. കുറേ ഖുറാഫാത്ത്, കയ്യിൻ്റെ ചരട് കെട്ടി നടന്ന ആളാണ്. അള്ളാഹു രക്ഷിക്കൂല, പകരം വേറൊരാളോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അയാൾ എന്നെ രക്ഷിച്ചേക്കുമല്ലോ എന്ന് പറഞ്ഞു നടക്കുന്ന സുഹൃത്താണ്. ആ സുഹൃത്ത് സ്വന്തം സുഹൃത്തിൻ്റെ മരണം കണ്ടിട്ട് അവന് മാറുക. ആ മരണം കണ്ടിട്ട് ആ വീട്ടിലേക്ക് അവൻ വരുന്ന സമയത്ത് നമ്മളീ പറഞ്ഞ 40 ആളുകൾ, 40 മുവഹിദുകളായ ആളുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അയാൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു. അതിനേക്കാൾ 400-നേക്കാൾ ഇരട്ടി ആളുകൾ ആ പള്ളിയിലേക്ക് കയറി വന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഒരു MSMകാരനെ കുറിച്ചാണ്. ആ MSMകാരന് മരിച്ചു കഴിഞ്ഞപ്പം ആ 3 നില കെട്ടിടമുള്ള വലിയ പള്ളിയിൽ 3 സമയങ്ങളിലായിട്ട് നിസ്കാരം നടന്നു എന്നാണ്. ആ സുഹൃത്തിന് വേണ്ടി രാത്രിയും പകലും ഇന്നും ആ സുഹൃത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുക. എവിടുന്നാണ് ആ സുഹൃത്തിന് അത്രമാത്രം ഈമാൻ കിട്ടിയത്? നമ്മുടെ വീട്ടിലുള്ള മക്കളെ പോലെ ജീവിച്ച്, നമ്മുടെ വീട്ടിലുള്ള മക്കളെ പോലെ കുടുംബമൊക്കെ ഒരു സാധാരണ കുടുംബം പോലെ ജീവിച്ച ആളാണ്.
ഓനും എല്ലാ സന്തോഷങ്ങളും ഉണ്ട്, കൂട്ടുകാരുണ്ട്, സൗഹൃദങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഓന് തെറ്റെന്താണെന്നറിയാം, ശരി എന്താണെന്നറിയാം. ഞാൻ പോണത് ഒരു അനീതിയിലേക്കാണ്. ലഹരിൻ്റെ കയ്യിൽ ഒരു സുഹൃത്ത് കൊണ്ടുവന്നാൽ അത് ഞാൻ നുണയൂല എന്ന് ഓനറിയാം, അത് നുണയാൻ പാടില്ല എന്ന് ഓനറിയാം. നമ്മുടെ സൗഹൃദങ്ങൾക്കും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അതറിയാം. പക്ഷെ പല കുട്ടികളും പെട്ടുപോവാണ്, അതിലേക്ക് പെട്ടുപോവാണ്. നമ്മളെ നാടുകളിൽ കുട്ടികൾ പ്രയാസപ്പെട്ട് ഒരു പുറത്ത് പോയി പഠിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്. അവിടെ കൂട്ടുകൂടി അവരോടിങ്ങനെ സംസാരിച്ച് വേറെ ഭാഷയിലുള്ള അന്യ നാടുകളിലെ സുഹൃത്തുക്കളോടൊക്കെ ഇങ്ങനെ ഇടവൈകി, അതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്. അവരോടൊക്കെ കൂട്ടുകൂടി ഇങ്ങനെ അവസാനം ലഹരിയിലേക്കും കഞ്ചാവ് പോലെ ഒരുപാട് ലഹരികളിൽ ഇങ്ങനെ കടന്നുപോയി തിരിച്ച് കുടുങ്ങി അവിടുന്ന് വിട്ട് ആ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന കൂട്ടുകാരുണ്ട്. നാട്ടിലേക്ക് വന്നിട്ട് ഇവിടെ വളരെ മോശപ്പെട്ട കാര്യങ്ങളിലൂടെ കടന്നുപോയി ജയിലിലകപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നമ്മൾ ദിനേന കാണുന്ന അറിയുന്ന ആളുകളാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ നല്ല കുട്ടികളായി വളർന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദ്രസകളിൽ ദീന് പഠിച്ച് ദഅവത്ത് പഠിച്ച് ഇങ്ങനെയൊക്കെ വളർന്ന കൂട്ടുകാരാണ്. പക്ഷേ അവർ ഈ 2 വഴികളിൽ തിരഞ്ഞെടുത്തത് തെറ്റിൻ്റെ വഴിയാണ്. പക്ഷെ ആ സുഹൃത്ത്, നേരത്തെ പറഞ്ഞ സുഹൃത്ത്, ഈ മരണം കണ്ടതുകൊണ്ട് മാത്രം ഈ സുഹൃത്തിന് ഇത്രമാത്രം എവിടുന്നാണ് സൗഹൃദങ്ങൾ കിട്ടിയത്. അതും അവിടുന്ന് മരണം കഴിഞ്ഞിട്ട് പോലും ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അവൻ്റെ സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത്രമാത്രം ഒരാൾക്ക് എവിടുന്ന് ദീൻ കിട്ടി. ആ സുഹൃത്ത് കൂടുതൽ അന്വേഷിച്ചു. അങ്ങനെ അവസാനം അവൻ ചെന്നെത്തിയത് അള്ളാഹുവിലേക്കാണ്. പടച്ചോനുണ്ട്, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, അത് അവൻ്റെ ഹൃദയത്തിൽ പതിച്ചു. അതോടുകൂടി അവൻ്റെ കയ്യിലെ ചരട് അവൻ വലിച്ചെറിഞ്ഞു. പിന്നീട് അവന് ദീനിൻ്റെ വക്താവായി എന്നാണ്. ആ ഒരു തൗഹീദ് നമുക്ക് ഓരോരുത്തർക്കും കിട്ടണം. ഓരോ നിമിഷവും ദീനിനോട് കൂടുതൽ അടുക്കണം. നമ്മുടെ തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടുമാറണം. അള്ളാഹുവിനെ സദാ പ്രകീർത്തിച്ചുകൊണ്ടേയിരിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ വാക്കുകളൊക്കെ കേവലം നമസ്കാര ശേഷം ഇങ്ങനെ പെട്ടെന്ന് തീർക്കാനുള്ള വാക്കുകളല്ല. 33 തവണ നമ്മളിങ്ങനെ സ്പീഡിൽ പറഞ്ഞു തീർക്കുന്ന വാക്കുകളായി പോകരുത്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം, ഒരു സ്വഹാബി ഉണ്ട്. ആ സ്വഹാബിയുടെ 2 കൈകളിൽ ഒരു കൈ നഷ്ടപ്പെട്ടു. ആ ഒരു കൈ നഷ്ടപ്പെട്ട സമയത്ത് ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അൽഹംദുലില്ലാഹ്. രണ്ടാമതായിട്ട് അയാളെ ഒരു കാലും കൂടി നഷ്ടപ്പെട്ടു. ആ 2 കാലിൽ ഒരു കാലും നഷ്ടപ്പെട്ടു. അപ്പോൾ അയാൾ പറയുന്നത് അൽഹംദുലില്ലാഹ് എന്നാണ്. പടച്ചോൻ എനിക്ക് ഒരു കൈ എന്നല്ലോ, ആ ഒരു കൈ കൊണ്ട് എനിക്ക് ജീവിക്കാമല്ലോ. പടച്ചോൻ ഒരു പൈസയും കൂടി വാങ്ങാതെ 2 കാലം, ഇത്രയും കാലം ഞാൻ നല്ല രൂപത്തിൽ നടന്നു പോയി. അതിലൊരു കാലം പടച്ചോൻ നന്നല്ലേ, പടച്ചോൻ അത് എടുത്തു, അതിനെന്താണ് ഒരു കുഴപ്പം? അയാൾ സമാധാനത്തോടു കൂടി ജീവിക്കുക. അത്രമാത്രം ദീനും തൗഹീദും അടിയുറച്ച ആളുകളാണ് ഇത്തരം ആളുകൾ എന്ന് പറയുന്നത്. ആ ഒരു വിഭാഗം ആളുകളിൽ നാം ഓരോരുത്തരും ഉണ്ടാവണം എന്നുള്ളതാണ് ആത്മാർത്ഥമായിട്ട് പറയുന്നത്. അത്തരം ആളുകളിൽ നമ്മൾ സദാസമയം ഇങ്ങനെ ചികഞ്ഞ് അന്വേഷിക്കണം. ദീനുമായിട്ട് കൂടി ആലോചിക്കാനും ദീനിൻ്റെ സദസ്സുകളിലേക്ക് സദാ ഓടിച്ചെല്ലാനും, അവിടെ ഉണ്ടാവുന്ന ഖുർആൻ ക്ലാസ്സുകളിലും അവിടെ ഉണ്ടാവുന്ന ചിലപ്പോൾ ഒരു 5 മിനിറ്റ് സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് സംസാരം ഉണ്ടാവും. ആ 5 മിനിറ്റ് പോലെ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടുന്നുണ്ട്. ആ സമയത്തൊന്ന് ഇരുന്നിട്ട് കുറച്ച് സമയം ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ദീനുമായിട്ട് കുറച്ച് സമയമെങ്കിലും ഒന്ന് അടുക്കാൻ എനിക്ക് അവസരം കിട്ടുകയാണല്ലോ. കുറേ തിരക്കുകളുണ്ട്, കച്ചവടമുണ്ട്, ബിസിനസ് ഉണ്ട്, ബാക്കി എല്ലാ മേഖലകളും ഉണ്ട്. ആ സമയത്തിൻ്റെ ഒക്കെ ഇടയിൽ ഒരു 5 മിനിറ്റ് എൻ്റെ ദീനിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുകയാണല്ലോ. ഇതുവഴി ഒരു പക്ഷേ എനിക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കുമല്ലോ എന്നുള്ള ആ ഒരു തഖ്വ നമുക്ക് ഓരോരുത്തർക്കും വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫലസ്തീൻ്റെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഫലസ്തീനൊന്നും വളരെ സങ്കടജനകമായിട്ടാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്കറിയാം, ഇന്നലെയാണ് ഇസ്രായേൽ ബോംബിട്ടത്. അത്രമാത്രം പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ഞാനിവിടെ ഇത്രയും സമയം സൂചിപ്പിച്ച തൗഹീദിൻ്റെ വാക്കുകളാണ് ആ പിഞ്ചു മക്കളുടെ നാവിൽ നിന്ന് വരെ വരുന്നത്. നമ്മളൊക്കെ കാണുന്നതാണ്. ഒരു പിഞ്ചു കുഞ്ഞിങ്ങനെ ചോരയിൽ ഇങ്ങനെ കുതിർന്ന് വരുന്ന സമയത്തും അവനോട് സംസാരിക്കുമ്പോൾ അവൻ പറയുന്നത് അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. എന്തൊക്കെ സംഭവിച്ചാലും എനിക്കെൻ്റെ റബ്ബുണ്ട് കേട്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്ന മക്കളെ, ആ മക്കള് അത്തരം വലിയ പ്രയാസങ്ങൾ സഹിക്കുന്ന ഒരു സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു പ്രയാസവുമില്ലാതെ സ്വാതന്ത്ര്യം മാത്രം അനുഭവിക്കുന്ന നമ്മുടെ വീടകങ്ങളിലും നമ്മുടെ രാജ്യത്തും നമ്മുടെ മക്കള് അത്രമാത്രം തൗഹീദിൽ പെടുന്നുണ്ടോ എന്ന് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യമായിക്കൊണ്ട് ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. നാഥ, നീ അതെല്ലാം ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റബ്ബേ. അള്ളാഹുവെ, തൗഹീദ് നഷ്ടപ്പെട്ട, ദീനും ദുനിയാവും നഷ്ടപ്പെട്ട അനേകായിരം ആളുകൾ ഇന്നും ഭൂലോകത്ത് ജീവിച്ച് മരിച്ച് മണ്ണായി തീർന്നു പോയിട്ടുണ്ട് നാഥ. അത്തരം നിർഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ റബ്ബേ.
അള്ളാഹുവെ ഞങ്ങളുടെ ഹൃദയം നീ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളായി നിലനിർത്തണമേ റബ്ബേ. നാഥ, മനസ്സിന് ധൈര്യവും സമാധാനവും നൽകണേ നാഥ. അള്ളാഹുവെ മരണത്തിൻ്റെ അവസാന വേദനയിലും നല്ല ഭക്തരായിക്കൊണ്ട് മരിക്കാൻ നീ ഭാഗ്യം നൽകണമേ റബ്ബേ. റബ്ബേ, കത്തിയാളുന്ന നരകത്തീയിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോക വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ നാഥ. അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അവരെയും ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവെ രോഗങ്ങളാലും കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളാലും കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ നാഥ. റബ്ബെ, ഫലസ്തീൻ്റെ തെരുവീതികളിൽ ഇന്നും അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്നവരും പ്രയാസപ്പെടുന്നവരുമുണ്ട് നാഥ. അള്ളാഹുവെ നീ അവരെ എല്ലാം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ. അറിവില്ലായ്മ കാരണം മതത്തിൽ നിന്നും അതികഠിനമായ കൊടിയ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ റബ്ബെ നീ അതെല്ലാം ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണമേ നാഥ. റബ്ബെ, നിന്റെ തണലിൽ നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുന്നവരുടെ കൂട്ടത്തിൽ റബ്ബെ നാളെ നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ ഉമ്മഹാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لي يا غافر المجرمين والحمد لله رب العالمين.